ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈശ്വര ചിന്തയോടുകൂടി ഓരോ മനുഷ്യനും ജീവിക്കുമ്പോൾ അവരുടെ മനസ്സ് സത്തായിരിക്കുന്ന ആ പരമേശ്വരനോട് തന്നെ മുഴുകിയിരിക്കും. ഏതിനെക്കുറിച്ച് മനസ്സ് ചിന്തിക്കുന്നുവോ മനസ്സ് അതായിത്തീരും. അത് മനസ്സിൻ്റെ സ്വഭാവമാണ്. അതിനാൽ സത്കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും സന്തുഷ്ടിയും സന്തോഷവും സമാധാനവും ആയിരിക്കും. അസത് പദാർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ ലഭ്യതയ്ക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരാൾക്ക് ചിലതൊക്കെ കിട്ടിയ സന്തോഷം, ചിലതൊക്കെ നഷ്ടപ്പെട്ട ദുഃഖവും ഉണ്ടാവും. അതിനാൽ നാം എങ്ങനെ ജീവിക്കണം എന്നാണ് പറയുന്നത്. സാധാരണയായി ജീവിതമിങ്ങനെ പാഴാക്കുന്നു രാവും പകലും, പാരിൽ തൃഷ്ണ വെടിഞ്ഞകതാരിൽ ഭഗവത് ചിന്ത തെളിപ്പവർ ധന്യം. ആരാണ് ഈ ലോകത്തിൽ ധന്യരായിട്ടുള്ളവർ എന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങനെ ജീവിച്ചാലും നമ്മുടെ ആയുസ് നശിക്കും. ജീവിതം ക്ഷണികമാണ്, അത് ശരീരം നാശോന്മുഖവുമാണ്. സാധാരണയായി ജീവിതമിങ്ങനെ ഈ ലോകഭോഗങ്ങളിൽ മാത്രം മുഴുകിക്കൊണ്ട് സാധാരണ ജീവിതം നയിക്കുകയാണെങ്കിൽ പാഴാക്കുന്നു രാവും പകലും. അങ്ങനെയുള്ളവർ രാവും പകലും പാഴാക്കിക്കളയുകയാണ്. ഒന്നും തന്നെ അവർ നേടാൻ ഇല്ലാത്ത അവസ്ഥ വരുന്നു. പാരിൽ തൃഷ്ണ വെടിഞ്ഞകതാരിൽ, ഈ ലോകത്തിൽ ലോകപദാർത്ഥങ്ങളിലുള്ള അത്യാകാംക്ഷ വെടിഞ്ഞ് ഉപേക്ഷിച്ച് ദേഹത്തെ നിലനിർത്താൻ വേണ്ടി മാത്രം ലോകവസ്തുക്കളെ ലോകഭോഗങ്ങളെയും സ്വീകരിച്ച് ഈശ്വര ചിന്തയിൽ മാത്രം ആരാണോ മുഴുകുന്നത് അവരുടെ ജീവിതം ധന്യമായിരിക്കും. അവർക്ക് ഈ ലോകത്തിലെ പദാർത്ഥങ്ങളോടൊന്നിനോടും അമിതമായ ആഭിമുഖ്യം ഉണ്ടാവുകയില്ല. പദാർത്ഥങ്ങളെല്ലാം ഒരിക്കൽ നമ്മൾ നിഷ്കരുണം ഉപേക്ഷിക്കേണ്ടവയാണ്. നാം വരുമ്പോൾ ഒരു പദാർത്ഥവും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ജീവിക്കുമ്പോൾ ഈ ദേഹത്തെ നിലനിർത്താൻ ആവശ്യമായത് മാത്രം സ്വീകരിക്കുകയും അതിനോട് അമിതമായ അത്യാസക്തി ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ നാം മുറുകെ പിടിച്ചിരിക്കുന്നത് ആ സത്തിനെയാണ്. സത്തിനെ നാം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സും സത്തായി ഭവിക്കുന്നതാണ്. സത്തിൻ്റെ സ്വഭാവം ആനന്ദവും അറിവും അഭയവുമാണ്. യഥാർത്ഥമായ അഭയം നമുക്ക് അതിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനാൽ ആ അഭയസ്ഥാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നിരന്തരം നാം ഈ സമയത്തെ പാഴാക്കി കളയാതെ ആത്മവിചാരത്തോടുകൂടി ഓരോ നിമിഷവും വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു. അതാണ് സാധാരണയായി ജീവിതമിങ്ങനെ പാഴാക്കുന്നു രാവും പകലും, പാരിൽ തൃഷ്ണ വെടിഞ്ഞകതാരിൽ ഭഗവത് ചിന്ത തെളിപ്പവർ ധന്യം.